ഹലോ ഫ്രണ്ട്സ്, മൈൽ സ്റ്റോൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഓസ്ട്രേലിയയിൽ തന്നെ അല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ഫർണിച്ചർ സ്റ്റോറിലാണ് നമ്മളിന്നുള്ളത്. ഇതിൻ്റെ പേരാണ് ഐക്കിയ. ഐക്കിയ എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് ബ്രാൻഡാണ്. 1943 ഐക്കിയ സ്ഥാപിച്ചത്. ഐക്കിയ സ്ഥാപിക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഇതിൻ്റെ മുതലാളി ഒരു സ്ത്രീ സാധനങ്ങൾ മേടിച്ചിട്ട് വണ്ടി കയറ്റാൻ, കുറച്ച് ഫർണിച്ചേഴ്സ് മേടിച്ചിട്ട് വണ്ടി കയറ്റാൻ പറ്റാണ്ട് നിന്ന് ബുദ്ധിമുട്ടുന്ന കണ്ടു. അപ്പോൾ പുള്ളിക്കാരൻ അപ്പം അന്ന് ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമുക്ക് സാധനങ്ങൾ മേടിച്ച് കൊണ്ട് വീട്ടിൽ പോയി അസംബിൾ ചെയ്യാം. അപ്പോൾ ഇവിടെ മെയിൻലി ഉള്ള പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഇവിടെ നമുക്ക് മേടിച്ച് അസംബിൾ ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സാണ്. ഇപ്പോൾ ബെഡായാലും ടേബിളായാലും ഇപ്പോൾ എന്തായാലും ഫർണിച്ചേഴ്സ് എന്തായാലും സോഫ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി സിമ്പിളായിട്ട് അസംബിൾ ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തെ കൂടെ നടന്ന് പറ്റുന്നത്ര കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഐക്കിയയുടെ അകത്താണ് ഉള്ളത്. അകത്ത് നമുക്ക് ഒരുപാട് സെക്ഷൻസ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കാണുന്നത് കുട്ടികളുടെ ഒരു സെക്ഷനാണ്. കുട്ടികളുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വീടിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ. Ready, 1, 2, 3, start. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഭയങ്കര വലിയൊരു എന്താ പറയുക, ഷോറൂമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സൈഡിൽ കൂടെ പുറത്തിറങ്ങേണ്ടതെന്ന് പോലും പിടിയിട്ടാറില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പെട്ടുപോയതാണ്. ക്ലോസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ട് ആകെ പെട്ടുപോയി. അപ്പോൾ ഇതൊരു കുട്ടികളുടെ ബെഡ്റൂം ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണുന്ന പോലെ ചെറിയൊരു ബെഡ്, അതുപോലെ തന്നെ വേറൊരു സ്റ്റൈലിലായിട്ട് പല പല സ്റ്റൈലിൽ അവർ ഓൾറെഡി, മ്യൂസിക്കാണ് ഏറ്റവും പ്രശ്നം, പല പല സ്റ്റൈലിൽ അവർ ഓൾറെഡി പല ഡിസൈൻസിൽ പല തീമിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ബങ്ക് ബെഡൊക്കെ ആയിട്ട് 2 പിള്ളേർക്ക് കിടന്നിറങ്ങാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇങ്ങനത്തെ മോഡൽസ് കണ്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് എല്ലാ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും വേറെ വേറെ പ്രൈസാണ്. ഇപ്പോൾ ഈ ചെറിയൊരു ഇതിനാണ് $9, ബെഡിന് വേറെ വില, ഇവിടെ ഹാങ് ചെയ്തേക്കുന്ന ലൈറ്റിന് വേറെ വില. അപ്പോൾ അവർ ഫുള്ളായിട്ട് അസംബിൾ ചെയ്ത് ഇവിടുത്തെ ഡിസൈനേഴ്സ് അസംബിൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് വരയ്ക്കുന്ന കുട്ടിയുടെ, ഇതൊരു ആർട്ടിസ്റ്റായ കുട്ടിയുടെ റൂമാണ്. പെയിന്റിങ്സ് ഒക്കെ ഉണ്ട്, കുട്ടി വരച്ചത്. ഡിസൈനർ വരച്ചാന്ന് പറയാം. നല്ല തീമല്ലേ. കാണുന്നത് ഒരു ലിവിങ് റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു സെക്ഷനാണ്. ഇവിടെ ഒരുപാട് സോഫയും എൻ്റർടൈൻമെൻറ്റ് ഏരിയയിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പല കളേഴ്സിലും പല ഡിസൈൻസിലും. അത് പറ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ലിവിങ് റൂം എങ്ങനെ ഡിസൈൻ ചെയ്യാം
എന്നുള്ള ഒരു രീതിയിലൊരു മോഡൽ റൂം അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടുനോക്കാം. അത് നമുക്ക് കണ്ടുനോക്കാം. ഇതല്ലേ? ഇതാണ് ചെറിയൊരു സാമ്പിൾ ലിവിങ് റൂം. അവരുടെ ഫർണിച്ചറും ഇവരുടെ ഫർണിച്ചറും ഇവർ വെക്കാൻ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കമ്പൈൻ ചെയ്തിട്ട് ഒരു റൂം ഉണ്ടാക്കിയേക്കാണ് അവര്. നിങ്ങൾക്ക് കാണാമല്ലോ. കാണിച്ചു കൊടുക്ക്. അപ്പോൾ ഇത് വേറൊരു റൂമാണ്. ഇത് വേറൊരു ഡിസൈനറിൻ്റെ കാഴ്ചപ്പാടിലുള്ളൊരു ലിവിങ് റൂം. ഭയങ്കര ചെറിയൊരു സ്പേസാണ്, പക്ഷെ അവർ എല്ലാം ഓർഡറിൽ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ സോഫയുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. TV വെക്കുന്ന യൂണിറ്റ് അവിടെ ഉണ്ട്. പിന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സോഫ ഇവിടെ ഉണ്ട്. ഇത് ഭംഗിയുണ്ടല്ലേ? ചെറിയൊരു വുഡ് വർക്ക്, ബാംബൂന്റെ ഒരു കബേർഡ്സും സാധനങ്ങൾ വെച്ചിട്ട് അത് കൊള്ളാം അല്ലേ? നൈസ് ഐഡിയ ആണ്. നോട്ട്സ് ഒക്കെ എഴുതി വയ്ക്കാം. കോർക്കിൻ്റെ സംഭവം വോളിൽ ഫിക്സ് ചെയ്തേക്കാണ്. അതുപോലെ തന്നെ ചെറിയൊരു ഡൈനിങ് സ്പേസ്, പിന്നെ കിച്ചൺ. ഇങ്ങനെ ഒരു ഡെമോ മോഡൽ അവരോട് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഈ പ്ലാൻ വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാൻ. എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം സെപ്പറേറ്റ് വില കൊടുത്ത് മേടിക്കുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഫുൾ വീടാണിത്. എല്ലാം ഉണ്ട് ഇവിടെ. അതിൻ്റെ അകത്ത് ബെഡ്റൂം ഉൾപ്പെടെയുള്ള ഒരു സെറ്റപ്പ് അവർ ചെയ്തിട്ടേക്കാം. ഡിസ്പ്ലേ ഹോം പോലെ ഉണ്ട്. ഇതിൽ ഞങ്ങളുടെ ഇറങ്ങുക. അപ്പോൾ ഇതൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു റൂമാണ്. ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറിലുള്ള കേർട്ടൻസും അതുപോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡിലുള്ള സോഫ സെറ്റുകളുമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫുള്ള് ബ്ലാക്ക് തീമിലുള്ള കബേർഡ്സ് ഉണ്ട് ഇവിടെ. ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു ഡൈനിങ് ടേബിൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ്സ് ആയാലും ഒരു പഴയ രീതിയിലുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ഭയങ്കര പഴയൊരു ലുക്കാണ് ഇത് ഈ റൂമിന് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കബേർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഈ കബേർഡ്സ് ആയാലും നമുക്കെല്ലാം ഊരി മാറ്റി അസംബിൾ ചെയ്യാവുന്ന രീതിയിലുള്ള കബേർഡ്സാണിത്. ഇതുപോലെ ഇവിടെ ഒരുപാട് വാൾ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. അവിടെ നിന്ന് നമ്മൾ നേരെ കിടക്കുന്നത് വേറൊരു കിച്ചൻ്റെ ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് ബാർബിക്യൂവിൻ്റെ സെറ്റപ്പ്, ഒരു ബാക്ക് യാർഡ് അവർ തീം ചെയ്തേക്കാം. അവിടെ ബാക്ക് യാർഡ് എങ്ങനെ ഇരിക്കും അതേപോലെ ഒരു തീം ചെയ്തിട്ട് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ട് ബാക്ക് യാർഡിൻ്റെ രീതിയിൽ ചെയ്തെടുത്തേക്കാണ്. അവിടെ ബാക്ക് യാർഡിൽ എന്തൊക്കെ വേണം, ഒരു ബാർബിക്യൂ മിഷൻ്റെ ഒരു സെറ്റപ്പ്, അതുപോലെ തന്നെ ബാക്ക് യാർഡിലുള്ള ഡൈനിങ് ടേബിള് റിലാക്സ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഇങ്ങനത്തെ ടേബിളൊക്കെ നമുക്ക് ബാക്ക് യാർഡിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് അവരത് കാണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഹോൾ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒരുപാട് ഡിസൈനേഴ്സിൻ്റെ കഴിവുകളാണ് അവരവിടെ പ്രകടിപ്പിച്ചത്. ഒന്ന് രണ്ടല്ല, ഒരുപാട് ഡിസൈനർ, ലോകത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള ഡിസൈനേഴ്സും അവരുടേതായ ഒരു ചെറിയൊരു പോർഷൻ ഡിസൈനിങ് എലമെൻറ്റ് അവരിവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാളുടെ ഡിസൈനല്ല, പല രീതിയിലുള്ള ആൾക്കാരുടെ ഡിസൈൻസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഇണങ്ങുന്നതായിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഒട്ടുമിക്ക മലയാളികളായാലും ഇവിടുത്തെ ആൾക്കാരായാലും വീട് വെക്കുന്ന സമയത്ത് പ്ലെയിൻ ആയിട്ടുള്ള വീട് കിട്ടുക. അപ്പോൾ നമുക്ക് വീട് വെക്കുന്ന സമയത്ത് ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ വന്നിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഇപ്പോൾ നമ്മൾ കണ്ടുവന്നു. പല തരത്തിലുള്ള ഡിസൈൻസ് ഉണ്ട്. ഇപ്പോൾ ഏത് നമുക്ക് സെലക്ട് ചെയ്യണമെന്ന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് സമയം എടുക്കും ഇത് നടന്ന് കണ്ടു തീർക്കാൻ തന്നെ.
ഒരുപാട് എല്ലാവരുടെയും ചിന്താഗതിക്ക് രീതിയിലുള്ള ഡിസൈൻസ് ഇവിടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കളർ കോമ്പിനേഷൻസും എല്ലാ ഡിസൈൻസും ഇവിടെ വന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എന്ത് ഡിസൈൻ വേണം, കിച്ചണിൽ എന്ത് വേണം, എന്ത് കളർ കോമ്പിനേഷൻ വേണം, എന്താണ് അവിടെ വെക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ വന്നിട്ട് നോട്ട് ചെയ്ത് പോകണമെന്നുള്ളൂ. എല്ലാം മനസ്സിൽ നിൽക്കില്ല. അപ്പോൾ ഇവിടെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു റൂമിൻ്റെ അകത്ത് എല്ലാ സംഭവങ്ങളും ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സംഭവം നമുക്ക് കാണാം. ഇത് അതേമാതിരി ഒരു സ്റ്റുഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അവർ ഓൾറെഡി ഇതിന് കിച്ചൺ ടോപ്പും എല്ലാം ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മൈക്രോവേവ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഓവൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിംഗ് ബെഞ്ച് ടോപ്പ് ഉണ്ട്. റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ ചെറിയൊരു രീതിയിൽ സിങ്കും വെക്കാവുന്ന കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു വർക്ക് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ലിവിങ് ഏരിയ, അതുപോലെ തന്നെ മേളിൽ ബങ്ക് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പേസ് അത്യാവശ്യം എല്ലാം യൂട്ടിലൈസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ട്, അതിനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ ചെറിയ റാക്സ്, ചെറിയൊരു ഷെൽഫുകൾ എല്ലാം കൊടുത്ത് ഇവിടെ കിച്ചണിൽ എല്ലാ സപ്ലൈസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ടോയ്ലറ്റ്, ഷവർ, അതുപോലെ തന്നെ ഒരു എന്താ പറഞ്ഞേ ബാൽക്കണി അല്ലേ ഇത്, മറ്റേ വാർഡ്രോബ്, തുണികൾ വെക്കാനുള്ള ഒരു സംഭവം. അപ്പം എല്ലാം കൂടി കൂടിയിട്ട് നമുക്ക് കാണാം ഒരു റൂമിൻ്റെ വലിപ്പത്തിൽ എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇടുന്നു. രണ്ട് എപ്പിസോഡായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോ ഫുള്ള് കാണുക. നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.